അപ്പം ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തൊട്ട് അകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, അതൊക്കെ എഡിറ്റ് ചെയ്തു. കുറച്ച് ബ്രാൻഡ് കൊളാബറേഷനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മെയിലൊക്കെ റിപ്ലൈ കൊടുത്ത് അങ്ങനെ ഇരുന്ന് ഞാൻ മടുത്തു. ഇതിപ്പോൾ വൈകുന്നേരം ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഇതുവരെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. സാധാരണ ഒരു 5:30-6 മണിക്കൊക്കെ വന്നാൽ ഞങ്ങളൊന്ന് പുറത്ത് പോകും നടക്കാനൊക്കെ. വരാത്തതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് മടുത്തു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പാർക്കിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അടുത്ത് തന്നെയാണ് പാർക്ക്. ഞാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. 7:30 ആകുമ്പോഴാട്ടോ ഞാൻ പോകുന്നത്. പിന്നെ അങ്ങനെ അവിടെ പോയി കുറച്ചധികം നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എത്തി എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പാർക്കിലേക്കാണ് വന്നത്. ഞാൻ വൈകുന്നേരത്തേക്കുള്ള ചായയും ഭക്ഷണം എല്ലാം വീട്ടിലാക്കി വെച്ചിട്ടാണ് ഞാൻ പാർക്കിലേക്ക് വന്നത്. എടുത്ത് കഴിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട്, പക്ഷെ കഴിച്ചില്ല. നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമല്ല, കുറച്ചധികം നേരം, ഒരു 9 മണി വരെയൊക്കെ ഞങ്ങൾ പാർക്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. നല്ല വെയിലടിക്കുമ്പോൾ ഈ ഒരു പൂ കാണാൻ നല്ല ഭംഗിയായിട്ട്. ഇവിടെ നിറച്ചിപ്പുണ്ട്. ഇത് കണ്ട എൻ്റെ മുഖത്ത് കഴിഞ്ഞ ദിവസം ചിക്കൻ വറുത്തപ്പോൾ എണ്ണ പൊട്ടിത്തെറിച്ചതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ മുഖമൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു, കൈയൊക്കെ പൊള്ളിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് 2 കിറ്റ്കാറ്റൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ കുറേ അധികം നേരം അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിച്ച് ആകാശമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതിനെ പറ്റി അധികമായി സംസാരിച്ചു. വല്ല ജോലിയും കൂലിയൊക്കെ കിട്ടുമെന്നൊക്കെ അന്വേഷിക്കണം എന്തൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പാർക്കിലൊരു മലയാളിയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ കൂടുതലും ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കൂടുതലും പഞ്ചാബീസാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പൂവാണ്, നല്ല രസമല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ബൈ.